നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വാട്സ്ആപ്പ് CRM. നിങ്ങൾക്ക് വാട്സപ്പിൽ ബൾക്കായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വാട്സപ്പിന്റെ മാർക്കറ്റിംഗ് ടൂൾസ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ CRMന്റെ പുതിയൊരു സോഫ്റ്റ്വെയർ ആണ് ഇത് വരുന്നത്. നമുക്ക് ബൾക്കായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് വെച്ചാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ്സിന് ഒരുപാട് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ ബിസിനസ്സും കൂടിയും ഒറ്റൊരു സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ബൈ ബട്ടൺ കാണുന്നില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫോൺ പേന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഫോൺ പേ അല്ലെങ്കിൽ നിങ്ങൾക്ക് UPI ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫോൺ പേന്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് 299 ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 299 ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലേസ് ഓർഡർ നൗ എന്ന് പറഞ്ഞ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. ഈ QR കോഡിൽ സ്കാൻ ചെയ്ത് പേ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ ഞാൻ സ്കാൻ ചെയ്ത് പേ ചെയ്തിട്ടുണ്ട്. പേ ചെയ്ത് കാണുമെങ്കിൽ ഇങ്ങനെ റീഡയറക്റ്റ് ആവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്ത് കാണും. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് ബട്ടൺ കാണാൻ പറ്റുന്നതാണ്. ഇനി അഥവാ ഡൗൺലോഡിംഗ് ബട്ടൺ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വാട്സപ്പിൻ്റെ ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിലേക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ ഈ ഡൗൺലോഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. APR എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, ഈ ഫയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഫയൽ ഡൗൺലോഡ് ചെയ്ത് കാണുമെങ്കിൽ ഇതുപോലെ ഒരു ഫയൽ കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫോൾഡറിൽ കയറുക. ഒരു ഫോൾഡറിൽ കയറിയിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്ത് കാണുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് നമ്മളെ മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കാണുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കംപ്രസിന്റെ ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം ഇതവിടെ എക്സ്ട്രാക്ട് ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കാണുമെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ഏത് ഫോൾഡറിലേക്കാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് കാണാൻ പറ്റും. ഈ ഫോൾഡറിലേക്ക് തന്നെ ഡയറക്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ആ ഒരു ഫോൾഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് സിം ഫയലാണ്, ഇത് നമ്മളെ ഫോൾഡർ ഫയലാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയാണ് ഇവിടെ ആപ്പ് ഇയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഇവിടെ സെറ്റപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഇതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എല്ലാ കമ്പ്യൂട്ടറിലും വരും. ഇവിടെ റീഡ് മോർ ഇൻഫോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റൺ അവേ എന്ന് പറഞ്ഞ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ കാണുന്നുണ്ടോ, ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിന്നോട്ടെ, ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കട്ടെ, യെസ് ഓർന്ന് ചോദിക്കുന്നുണ്ട്. യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ബാക്ക് അടിക്കുകയാണെങ്കിൽ ഓക്കെ, ബാക്ക് അടിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ CRM എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇററോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഈ ഒരു ഇത് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. ഇതാണ് നമ്മളെ സോഫ്റ്റ്വെയർ വരുന്നത്. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് അക്കൗണ്ട് ഹാഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യാണ്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് അക്കൗണ്ട്സ് ആഡ് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾക്ക് എത്ര ബിസിനസ് ഉണ്ടോ ആ ബിസിനസിന്റെ ഒക്കെ അക്കൗണ്ട്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേ വാസെൻഡറിൽ എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു ഇതേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യും. അത് മാത്രമല്ല ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഇവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പ് നെയിം, നിങ്ങളെ ബിസിനസ് നെയിം കൊടുക്കാം. ഇപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ നെയിമാണല്ലോ. ഇപ്പം ഞാൻ ഇപ്പോൾ നാഫ് എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുത്ത് ഇതിൻ്റെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. QR കോഡ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു QR കോഡ് കാണുന്നുണ്ട്. നിങ്ങളെ QR കോഡ്, നിങ്ങളുടെ വാട്സപ്പിന്റെ QR കോഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മാതിരി തന്നെ നിങ്ങളുടെ വാട്സപ്പിന്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇത് കണക്റ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് കണക്റ്റ് ആക്കുന്നുണ്ട്.
നിങ്ങൾക്ക് കാണാം എൻ്റെ വാട്സപ്പായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ടിന് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിൽ അത്ര അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഓപ്ഷൻസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളെ മെയിൻ ഓപ്ഷൻസ്, ടൂൾസ്, ചാറ്റ്. ഇതിൻ്റെ ഏറ്റവും കുറേ ഗുണങ്ങൾ ഇതിലുണ്ട്. കാരണം വെച്ചാണെങ്കിൽ വാട്സപ്പിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ടൂൾസ് ഇതിലുണ്ട്. ക്വിക്ക് റിപ്ലൈ എന്നൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് ആക്കി ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൽ ബൾക്കായിട്ട് നമുക്ക് മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, വാട്സപ്പിൽ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടാണെങ്കിൽ ബാന് കിട്ടോ, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ബാനിങ് ഇഷ്യൂസ് വരുന്നത്, എങ്ങനെയാണ് ഇത് ബാൻ ആക്കുന്നത്, അതിൻ്റെ വാട്സപ്പിൻ്റെ കറക്റ്റ് പോളിസി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല. പക്ഷേ ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാർ തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്കാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആവും. അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ചാറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ടൂള്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പം ഒരു സാധാരണ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഒരുപാട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ പ്രൊമോഷൻ കൊടുത്തിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ മെസ്സേജ് അയക്കാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പം മെസ്സേജ് അയക്കാത്ത ആൾക്കാരെ എനിക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ ആർക്കൊക്കെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ എത്ര ഗ്രൂപ്പ് ഉണ്ട്, ഏതൊക്കെ ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള വാട്സപ്പിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, ഇനി ഏതൊക്കെ ചാറ്റ് ഉണ്ട്, ആ ചാറ്റൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഏതൊക്കെ ചാറ്റിങ് റിപ്ലൈ കൊടുക്കാണ്ട് അതിൻ്റെയൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ പെട്ടെന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒഫീഷ്യൽ അക്കൗണ്ട് ആരതൊക്കെയാണ്, ഒഫീഷ്യൽ എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് ആരതൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് റിപ്ലൈ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് ഇങ്ങോട്ട് റിപ്ലൈ കിട്ടാത്ത ആൾക്കാർ ആരൊക്കെ, നമുക്ക് ഇങ്ങോട്ടേക്ക് റിപ്ലൈ തരാത്തത് ആരൊക്കെയാണ്, അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇനി ആർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കണം, അത് മെയിൻ സംഭവമാണ്. കാരണം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് റിപ്ലൈ അയക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്ന് വെച്ചാൽ സ്റ്റാഫിനൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എന്ന് വെച്ചാൽ ആർക്കൊക്കെ ഇനി റിപ്ലൈ കൊടുക്കാണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ സ്ക്രോൾ ചെയ്താണ് ആർക്കൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഇനി റിപ്ലൈ കൊടുക്കാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി ലാബിൾസ് നമ്മൾ ലാബിൾ ചെയ്ത് വെച്ചത് ഇപ്പോൾ ആരൊക്കെയാണ് അതൊക്കെ നമുക്ക് ഇനി പെയിന്റിങ്, ഷർട്ടിൻ്റെത് അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ലാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി ആർക്ക് കംപ്ലീറ്റ് ആവാണ്ട് ഇപ്പോൾ പെൻഡിങ് എത്ര ആൾക്കാർ, പേയ്മെന്റ് എത്ര ആൾക്കാർ തരാനുണ്ട്, അതൊക്കെ ലാബിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അവർക്ക് റിയങ്ങോറിട്ട് നമുക്ക് ഓർഡർ ഇനിയും കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഇതിൽ ഉള്ളത്, ഈ സോഫ്റ്റ്വെയർ ഉള്ളത്. ലാബിളിൻ്റെ ഞാൻ പറഞ്ഞു. ഇനി ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫിൽറ്ററിൻ്റെ ഓൾമോസ്റ്റ് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫിൽറ്ററിൻ്റെ സംഭവം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബൾക്കായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതൊരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്, ബൾക്കായിട്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. പക്ഷേ മറ്റേ വാസൻഡറാണ് കുറച്ചുകൂടി മെസ്സേജ് സെൻഡ് ചെയ്യാൻ, വാസൻഡറാണ് കുറച്ചുകൂടി ഇത് ലീഡ് മാനേജ്മെന്റിനാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ളത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബാനിങ് ഇഷ്യൂസ് കിട്ടുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. അത് ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബൾക്കായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്ത് കാണും ബാൻ കിട്ടുമോ, വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആവുക, അങ്ങനെയുള്ള ചോദിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ വാട്സപ്പിൽ എന്ന് വെച്ചാൽ ഉദാഹരണം നിങ്ങൾക്ക് ഒരു അറിയാത്തൊരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് നിങ്ങളെ വെറുപ്പിച്ച് എന്താക്കും, നിങ്ങൾ ബ്ലോക്ക് അടിച്ചു പോകും. അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്കിങ്ങും കാര്യങ്ങളും വന്ന് കാണും, ഉറപ്പായിട്ട് നിങ്ങളെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആവും. അത് വാട്സപ്പിന്റെ പോളിസിയാണ്, അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മെറ്റന്റെ പോളിസിയാണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ലീഡ് വന്ന, നിങ്ങൾക്ക് മെസ്സേജ് വന്ന കസ്റ്റമർ, നിങ്ങളെ ഒറിജിനൽ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യാം. അവർക്കും പ്രശ്നമില്ല, കസ്റ്റമറിനും പ്രശ്നമില്ല, നിങ്ങൾക്കും പ്രശ്നമില്ല. കാരണം കസ്റ്റമറിന് പ്രശ്നമില്ലെങ്കിൽ കസ്റ്റമർ അവിടെ റിപ്പോർട്ട് അടിക്കില്ല, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോവില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ബൾക്കായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു അറിയാത്ത ഒരു വ്യക്തിനെ നിങ്ങൾ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആവും. ഓക്കെ. അപ്പോൾ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങളെ ഓൺ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിന് മാത്രം നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യുക, അറിയാത്ത ഒരു കസ്റ്റമേഴ്സിന് മെസ്സേജ് സെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ. ഇത് എന്തായാലും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി ഒരിക്കലും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇത് വാട്സപ്പ് ബാൻ ആക്കാൻ കാരണം ഒരുപാട് ആൾക്കാർ സ്കാമും സ്പാമൊക്കെ സ്പ്രെഡ് ആക്കും. അതിനെക്കൊണ്ടാണ് വാട്സപ്പ് ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ലീഡുള്ള, നിങ്ങൾക്ക് മെസ്സേജിലൂടെ വന്ന കസ്റ്റമേഴ്സിന് മാത്രം നിങ്ങൾ
മാർക്കറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ ഈ ബൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ സെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ടാർഗറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിക്കില്ല നമ്മളെ കോൺടാക്റ്റസിലുള്ള ആൾക്കാരാണോ, ഇനി ലേബിൾ ചെയ്ത് വെച്ച ആൾക്കാരാണ്, ഇനി ഗ്രൂപ്പിലുള്ള ആൾക്കാരാണോ, നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഇനി എക്സൽ ഷീറ്റിലുള്ള ആൾക്കാരാണോ, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങളെ എക്സൽ ഷീറ്റിൽ നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അവർക്കും മെസ്സേജ് അയക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ലാബിൾ ക്ലിക്ക് ചെയ്യാണ്. ലാബിളിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം കേട്ടോ. ടാർഗറ്റിൽ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തോളൂ. ഇവിടെ സെലക്ട് ലാബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലാബിൾ എന്താണെന്ന് അറിയുന്ന ആൾക്കാരെ അറിയില്ല, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലാബിൾ എന്താ പറയുക, ഇപ്പൊ പെൻഡിങ് പേയ്മെന്റ് ഒരുപാട് ആൾക്കാർ പെൻഡിങ് നമ്മൾ ഞാൻ ലാബിൾ ചെയ്ത് വെച്ചാന്ന് വെച്ചാൽ പേയ്മെന്റ് തരാനുള്ള ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഓർഡർ ക്ലോസ് ആവാതെ പോയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാരെ നമ്പറൊക്കെ മൊത്തത്തിൽ ഇടും. ഇവിടെ സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്പർ ലോഡ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആ നമ്പേഴ്സ് മൊത്തം ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ഒന്നും ചേഞ്ചസ് ചെയ്യാതിരിക്കുക, കാരണം നിങ്ങൾക്ക് എത്ര ഡിലേ ആക്കുന്നോ അത്രയും ബാനിങ് ഇഷ്യൂസ് വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 4 സെക്കൻഡ് വേണമെങ്കിൽ 4 സെക്കൻഡ് കൊടുക്കാം, കാരണം മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഡിലേ ആവുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഞാനിപ്പോൾ ഒരു ഓഫർ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നിങ്ങളെ മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ മെസ്സേജ് ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാനൊരു ടീഷർട്ടിൻ്റെ ഒരു ഓഫറാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓൺ കസ്റ്റമേഴ്സ് തന്നെയാണ്, എനിക്ക് വന്ന കസ്റ്റമേഴ്സ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ, കോൺടാക്ട് ഉണ്ട്, ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ മീഡിയ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ഓപ്ഷനിൽ കയറി ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓക്കെ, ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടീഷർട്ടിൻ്റെ ഓഫറാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നിൽക്കുന്ന ഏതാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടിയിൽ ഒരു ബട്ടൺ ഫീച്ചർ വരുന്നുണ്ട്. ആ ബട്ടൺ ഫീച്ചർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, മറ്റേത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഓഫർ ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്താലോ. എന്നിട്ട് സെൻഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സെൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യെസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെൻഡ് ആവുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതേമാതിരി കസ്റ്റമേഴ്സിന് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര ആൾക്കാർക്കുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ടെമ്പററി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ടെമ്പററി സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, പറ്റും. ഞാൻ എൻ്റെ ലാബിൾ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ ഓൺ കസ്റ്റമേഴ്സിന് മാത്രം കേട്ടോ. സെപ്പറേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത കസ്റ്റമേഴ്സിന് ഒരിക്കലും മെസ്സേജ് സെൻഡ് ചെയ്യാൻ പാടില്ല. അത് വാട്സപ്പിൻ്റെ പോളിസിയാണ്, വാട്സപ്പിൻ്റെ പോളിസിക്ക് എതിരെയാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബ്രോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിനി വലുതാക്കണമെങ്കിൽ, ഇനി കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് വലുതാക്കാം കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഓക്കെ, ഇനിയിപ്പം അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ബൈ ബട്ടൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ബട്ടൺ ഫീച്ചർ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് കോൾ നൗ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് നൗ അങ്ങനെയുള്ള ഒരു ബട്ടൺ ഫീച്ചർ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബട്ടൺ ഫീച്ചർ മെയിനായിട്ട് നമുക്ക് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ അവരുടെ ആശയം, അവർക്ക് എന്താണ് ആവശ്യം, ഇപ്പോൾ വേണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമറിന് വേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ നമ്മളൊരു പ്രൊഡക്റ്റ് അയച്ചു കൊടുത്താൽ അവർക്ക് വേണ്ടെങ്കിൽ ഓരോ ഉറപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ ചൂസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പം ഇവിടെ ബ്രോഡ്കാസ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഓപ്പൺഡ് ആണ്. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് കാണെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ മാതിരി തന്നെ ടാർഗറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ലാബിൾസ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ ഓൾറെഡി ലാബിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റിന് ഇപ്പം കസ്റ്റമേഴ്സിലേക്ക് വേഗം ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ലാബിൾ ഇപ്പോൾ ഇനിയിപ്പം ഞാനിപ്പോൾ 2 ലാബിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, ഇത് ഫസ്റ്റ് ടൈം ഇത് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ലാബിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ലാബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 നമ്പർ എൻ്റെതാണ്. അപ്പം സെലക്ട് നമ്പർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മെസ്സേജ് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത മെസ്സേജ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് തന്നെ അതിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഡ്ത്ത് കൂട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് വിഡ്ത്ത് കൂട്ടാം. എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതാക്കിയത്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഇതേമാതിരത്തെ ചൂസ് ബട്ടൺ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഡൊമോക്കായിട്ട് ആഡ് ഓക്കെ ഡൊമോക്കായിട്ട് മീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബൈ നൗ. ഓക്കെ, ബൈ നൗ ബട്ടൺ ആഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനും ബൈ നൗ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഫൂട്ടറിൽ എന്തെങ്കിലും ടെസ്റ്റ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ ചൂസ് ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആക്കിയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ലിസ്റ്റ് ഇതിൽ കൊടുക്കാൻ പറ്റും അത്രയും ലിസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബൈ നൗ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോൾ നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കസ്റ്റമൈസ് ചെയ്ത് എത്ര ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. കസ്റ്റമറിന് സെലക്ട് ചെയ്യാൻ ഇത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഏഡ് ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഏഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതാ ബൈ നൗ ബട്ടൺ ഏഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ്സ് റൺ ആവുന്നുണ്ട്. നമ്മൾ 5 സെക്കൻഡ് ഡിലേയിലാണ് സാധനം അയക്കുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം കസ്റ്റമർ ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മെസ്സേജ് കറക്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ചൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇപ്പോൾ ഇനി കസ്റ്റമർ ചൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇനി അവർക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് നമുക്ക് ഇട്ടുതരും. നമ്മുടെ DM-ലേക്ക് അയച്ചു തരും. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ കസ്റ്റമർ ഇതിപ്പോൾ ഞാൻ അയച്ചതിനോടാണ് ഇങ്ങനെ കാണുന്നത്. കസ്റ്റമർ അയച്ചതാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്കാണ് കാണാൻ പറ്റുക. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ നമുക്ക് അവർക്ക് മെസ്സേജ് അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റേ വാസെൻഡറിനെക്കാട്ടി കുറച്ചുകൂടി നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ വന്നത് ഷെഡ്യൂൾഡാണ്. നമുക്കിപ്പോൾ എന്ന് വെച്ചാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഷെഡ്യൂൾ ചെയ്ത് ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് മെസ്സേജ് നാളത്തേക്കുള്ള നമുക്ക് ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു ഷെഡ്യൂൾഡ് ഓപ്ഷനും ഉണ്ട്. എന്ന് വെച്ചാൽ ആർക്കൊക്കെ മെസ്സേജ് അയക്കണം എന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെച്ച് നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് ആ ടൈമിങ്ങിലാവുമ്പോൾ ഓട്ടോമാറ്റിക് പോയിക്കോളും. അപ്പോൾ ഷെഡ്യൂൾഡ് ഓപ്ഷനും ഉണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. കാരണം വീഡിയോ ലോങ് ആവും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ, ഇപ്പോൾ 2 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാണെങ്കിൽ ഓട്ടോ റിപ്ലൈ ബോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇവിടെ ഏഡ് റോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് മെയിനായിട്ട് ഓട്ടോ റിപ്ലൈൻ്റെ അടിപൊളിയാണ്. കാരണം വെച്ചാണെങ്കിൽ ഇപ്പം ഒരു കസ്റ്റമർ ഇപ്പോൾ ഹായ് ഇട്ടുകയാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ പോകുന്നത് വെച്ചാൽ അവർ നമ്മളെ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ഓട്ടോമാറ്റിക് ബോട്ടിംഗ് സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏഡ് റൂൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ബട്ടൺസ് ഒക്കെ എന്തിനാണെന്നുള്ള ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാവും, നിങ്ങൾക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് കസ്റ്റമർ എന്ത് മെസ്സേജ് അയച്ചാലാണ് നമ്മൾ ഓട്ടോമാറ്റിക് അവർക്ക് റിപ്ലൈ പോകേണ്ടതെന്നാണ് ഈ ചോദിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഹായ് എന്നിടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അവർ മെസ്സേജ് അയക്കുന്നതിന് അനുസരിച്ച് ഇപ്പോൾ എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്കൊരു ഹായ് അയച്ചുകയാണെങ്കിൽ അവർക്ക് എന്ത് റിപ്ലൈ ആണ് പോകേണ്ടതെന്നുള്ളത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടീഷൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടീഷനാണ് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതേപോലെ ഇപ്പം കസ്റ്റമർ ഹായ് ഇട്ടുകയാണെങ്കിൽ മാത്രം ഓട്ടോമാറ്റിക് റിപ്ലൈ പോയാൽ മതി എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് കാണുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഹായ് ഇട്ടുകയാണെങ്കിൽ കസ്റ്റമറിന് എന്ത് റിപ്ലൈ പോകണം എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്യാം. ഏഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഹായ് ഇട്ടുകയാണെങ്കിൽ അവർക്ക് മെസ്സേജിനാണെങ്കിൽ ഇപ്പോൾ തിരിച്ചൊരു ഹായ് ഇട്ടാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് എൻ്റർ ചെയ്യേണ്ടത് അത് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. എന്തൊക്കെ ഫയൽസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഏഡ് ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മ്യൂസിക്കോ നിങ്ങൾക്ക് എന്ത് ഫയൽസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. PDF ആണെങ്കിൽ PDF ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏഡ് ഫയൽ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ PDF ഫയൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഞാൻ PDF സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. എന്ത് ഫയൽസ് ഇനി വീഡിയോ ആണെങ്കിലും വീഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്.
അപ്പോൾ ഞാൻ അതവിടെ PDF സെലക്ട് ചെയ്തിട്ടുണ്ട്. PDF ആണെങ്കിൽ അതും സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എന്താണെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഫയൽസ് നമ്മൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഫയൽസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റിൻ്റെ ഓപ്ഷനാണ്. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ബട്ടൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ബട്ടൻ്റെ ഓപ്ഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനാണ്. ഓക്കെ. ഇവിടെ ആഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഉദാഹരണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബേസിക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളെ കമ്പനീൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ നിങ്ങളെ പ്രൊഡക്റ്റ് കൊടുത്തു. ഇനി ഇവിടെ ഏഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഏഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പം മോർ പ്രൊഡക്റ്റ് ഷോ മോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ. ഫൂട്ടറിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ ചൂസ് ഓപ്ഷനും ഇവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അത്. ഓക്കെ. ഇവിടെ എന്ന് വെച്ചാണെങ്കിൽ ഞാനിപ്പോൾ ഓക്കെ ഷോ മോർ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡെമോക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ. ഓക്കെ. ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ ഷോ മോർ പ്രൊഡക്റ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആഡ് ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കാണാൻ പറ്റും മെസ്സേജിന് റിപ്ലൈ പോകേണ്ടി എന്തൊക്കെയാണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മറക്കരുത്. ഇതവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഷോ മോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ആഡ് നൗ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയി. ഇവിടെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ റണ്ണിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇപ്പോൾ റൺ ആവുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ വേറെ നമ്പറിൽ നിന്ന് ഇപ്പോൾ ഒരു ഹായ് ഇടാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ബോട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഞാനിപ്പോൾ ഒരു ഹായ് ഇട്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ ആണെന്നിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് റിപ്ലൈ പോയിട്ടുണ്ട്. ആ PDF ഫയലൊക്കെ പോയിട്ടുണ്ട്. ഇനി PDF ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം മതിയെങ്കിൽ അത് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചൂസിൻ്റെ ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോ മോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ സെൻഡ് ക്ലിക്ക് ചെയ്ത്. ഓക്കെ. ഇവിടെ ഷോ മോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ ബോട്ട് സെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ ഷോ മോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഇത് ഓട്ടോമാറ്റിക് സെൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് റിപ്ലൈ കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ആഡ് മോർ റൂളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇനിയിപ്പോൾ കസ്റ്റമർ നമുക്ക് എന്ത് മെസ്സേജാണ് സെൻഡ് ചെയ്യാൻ പോകണത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഷോ മോർ പ്രൊഡക്റ്റ് കസ്റ്റമർ സെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അവർക്ക് പോവേണ്ട മെസ്സേജ്. ഇപ്പോൾ ഈ ഷോ മോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. മെസ്സേജ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ എത്ര പ്രൊഡക്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പം ക്ലിക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രൊഡക്ട്സ് ഞാൻ കാണിക്കുകയാണ്. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം കുറച്ച് പ്രൊഡക്റ്റേ കാണിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇവിടെ ഞാനിപ്പോൾ ഡെമോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. ഓക്കെ. ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഡ് നൗ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മാതിരി തന്നെ ആഡ് ചെയ്യാം. സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 2 ചാറ്റ് ബോട്ടായി. ഇപ്പോൾ ഷോ മോർ പ്രൊഡക്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം. ഇവിടെ സ്റ്റാർട്ട് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ മൊബൈലിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഹായ് ഇട്ട് കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ പോയി ചൂസ് നൗ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഷോ മോർ പ്രൊഡക്റ്റ് കസ്റ്റമർ സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്തിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വീണ്ടും ഇപ്പോൾ നമ്മൾ മോർ പ്രൊഡക്ട്സ് ഉണ്ടാവില്ല അതൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ബട്ടൺ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലെ ചാറ്റ് ബോട്ടിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇത് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓട്ടോമേറ്റഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓട്ടോമേറ്റഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോപ്പ് ആക്കണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ ഇപ്പോൾ ഓട്ടോ റിപ്ലൈ നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ച് ഇനി അടുത്ത ഓപ്ഷന് ഗ്രൂപ്പിൻ്റെ ഓപ്ഷനാണ്. ഇത് ഗ്രൂപ്പിലേക്ക് ഓട്ടോമേഷനുള്ള സംഭവമാണ്. സെയിം മെത്തേഡ് തന്നെ നമ്മളിപ്പം ഇതിൽ ഓട്ടോമേഷനിൽ യൂസ് ചെയ്തില്ലേ ആ സെയിം മെത്തേഡ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇനിയിപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് നമ്മൾ ആരെങ്കിലും നമ്മളെ മെൻഷൻ അടിച്ച് ഒരു ഹായ് ഇട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ഇട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം വീഡിയോയുടെ ലെങ്ത് ഓവറാവും. അതുപോലെ തന്നെ സെയിം ഞാൻ യൂസ് ചെയ്ത നിങ്ങളെ ഗ്രൂപ്പ് ഏതാണ് ആ ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ
1 2 3 4 നമ്മൾ 4 ഓപ്ഷൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ഫീച്ചർ എന്ന് വെച്ചാണെങ്കിൽ ഷെഡ്യൂളിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നതിനും നിങ്ങൾക്ക് കസ്റ്റമറിന് മെസ്സേജ് അയക്കുന്നതിനും അതിനൊക്കെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ന്യൂ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടാർഗറ്റ് ഓഡിയൻസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉദാഹരണം ഇപ്പം ലേബിൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലേബിൾസ് സെലക്ട് ചെയ്ത് ഓക്കെ മേലോട്ട് സ്ക്രോൾ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ലേബിൾസ് ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത ലേബിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 നമ്പർ സെലക്ട് ചെയ്ത് സെലക്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഇവിടെ ഷെഡ്യൂൾ നമുക്ക് ഇനിയിപ്പോൾ എന്താ മെസ്സേജ് അയക്കേണ്ടത്, ഓട്ടോമാറ്റിക് എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉദാഹരണം ജസ്റ്റ് ഡെമോ ആയിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു ഫയലും സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ബട്ടൺ ഫീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബട്ടൺ ഫീച്ചർ ആഡ് ചെയ്യാം. ഇവിടെ ഷെഡ്യൂൾഡ് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടൈമും ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പേര് ജസ്റ്റ് ഷെഡ്യൂളിൻ്റെ ജസ്റ്റ് ആദ്യം നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈമും ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണുമെങ്കിൽ ടൈം എത്ര ടൈമിലാണ് അവർക്ക് റിപ്ലൈ പോകേണ്ടത് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഷെഡ്യൂൾ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, അതിൻ്റെ മുന്നേ നമ്മൾ ടൈമും ഡേറ്റും ശരിയാക്കിയിട്ടില്ല. ഇപ്പോൾ 21-ാം തീയതിയിലേക്ക് അവർക്ക് മെസ്സേജ് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് നാളത്തേക്ക് മെസ്സേജ് പോകണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ കാണാൻ പറ്റും ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ പെൻഡിങ് ആണ്. ആ ടൈമിൻ്റെ ഉള്ളിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോയിക്കോളും. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്, ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പം നാളത്തേക്ക് ഇപ്പം ഈ റിപ്ലൈ തരാത്ത കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ അവരുടെ നമ്പറൊക്കെ നമുക്ക് സ്റ്റാഫിന് കൊടുത്തിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും അത് അടിപൊളി യൂസിങ് ആണ്. പിന്നെ റിമൈൻഡർ, ഇപ്പം അത് മെയിനായിട്ട് അടിപൊളി ഫീച്ചർ തന്നെയാണ് റിമൈൻഡറിൻ്റെ. ഇവിടെ ഇപ്പം നമ്മളിപ്പം 1 2 3 4 5 ഷെഡ്യൂൾഡ് നമ്മൾ സെറ്റാക്കി. ഇനി റിമൈൻഡറിൻ്റെയും കൂടി ഒന്ന് സെറ്റാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ന്യൂ റിമൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, റിമൈൻഡർ ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരാണെങ്കിലും ആരെ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇതിലുള്ള ചാറ്റിങ്ങിലുള്ള ആൾക്കാരെ ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് റിമൈൻഡർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സേവ് നൗ പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇവിടെ ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം കറക്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ 21-ാം തീയതിയിലേക്ക് ഞാൻ കറക്റ്റ് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റിമൈൻഡർ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, അത് ഇപ്പം ഡിലീറ്റ് ആക്കാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പം റിമൈൻഡറും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ക്വിക്ക് റിപ്ലൈ, ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വിക്ക് റിപ്ലൈ എങ്ങനെയാണെന്നുള്ളത് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. വരുന്നത് ക്വിക്ക് റിപ്ലൈ ആണ്. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ നമ്മളിങ്ങനെ ഗാലറി സെലക്ട് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. വാട്സപ്പിൽ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അറിയില്ലേ, സ്ലാഷ് ഇട്ടിട്ട് അയക്കുന്ന ഒരു ഫീച്ചർ, അതേപോലുള്ള ഒരു ഫീച്ചറാണ്. അതിൽ നമുക്ക് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല, പക്ഷേ ഇതിൽ ഡോക്യുമെൻറ്റും ഓഡിയോവും പിന്നെ നമുക്ക് മറ്റ് സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ക്വിക്കായിട്ട് തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോംബോ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് അത് പോകുന്നതാണ്. ഇത് കണ്ടോ കോംബോ ഓഫർ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതാണ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിനുകൊണ്ടാണ്. ഇനി അടുത്തത് ഇനി PDF ഫയലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫയൽസ് സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ കസ്റ്റമർ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഇതിലുണ്ട്. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആണ്. അതെങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ ക്വിക്ക് റിപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് സിംപ്ലി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ 2 ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ടെസ്റ്റ് ആണോ വരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഹായ് എന്ന് കൊടുക്കുകയാണ്. ഹായ് എന്ന് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഓഡിയോ, ഇമേജ്, ഡോക്യുമെൻ്റ് ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല മെസ്സേജ് ഉണ്ടെങ്കിൽ മെസ്സേജ് നമുക്ക് ക്വിക്കായിട്ട് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. എന്തായാലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ് ഇത്. ഓക്കെ, ഞാനിവിടെ മെസ്സേജ് ക്ലിക്ക് ചെയ്തു, മെസ്സേജ് ഹായ് കൊടുത്തു. ഇനി അതുപോലെ തന്നെ മെസ്സേജ് ഇനി ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഹായ് എന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫയൽ സെലക്ട് ചെയ്ത ഫയൽ എന്ന് വെച്ചാണെങ്കിൽ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് സെലക്ട് ചെയ്യാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെലക്ട് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ അത് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇതുണ്ടോ ഇമേജ് ഇതൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ,
നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് കാണാൻ നമുക്ക് റീഎഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷോ ആവുന്നില്ല. പക്ഷേ നമ്മളെ ഈ ഒരു ഇതുണ്ടല്ലോ വാട്സപ്പിൻ്റെ, ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി ഓപ്പൺ ആക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. സോഫ്റ്റ്വെയർ ഒന്നുകൂടി ബാക്ക് അടിച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒറ്റൊരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തിരിച്ച് നമ്മൾ ഇതിലേക്കൊന്ന് പോയി നോക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹായ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് എന്തായാലും സോഫ്റ്റ്വെയറിൽ എന്തായാലും ഗുണമുള്ള ഒരു ഫീച്ചറാണ്. നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണിത്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വിക്ക് റിപ്ലൈ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഡാറ്റ എക്സ്ട്രാക്ടർ ആണ്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മളെ ചാറ്റിംഗ് ലിസ്റ്റിലുള്ള ചാറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്പേഴ്സൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഒരു നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ളത്, അതുപോലെ തന്നെ ലേബിൾ ചെയ്ത് വെച്ചത്, അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് ലിസ്റ്റ്, അതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറാണ്. നമ്മൾക്ക് ഓൺ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ, കുറേ കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ആ കസ്റ്റമേഴ്സിൻ്റെ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഇത്. ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ സാധനം ഒന്ന് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കാണുമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ കിട്ടും കേട്ടോ. എക്സൽ ഷീറ്റിൻ്റെ ഫയൽ കിട്ടും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തത് വാട്സപ്പ് നമ്പർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത നമ്പറും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മളിപ്പം ഇനി റാൻഡ് ആയിട്ടുള്ള നമ്പർ ജനറേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഫീച്ചർ യൂസ് ചെയ്യാത്തതാണ് ഒരു കണക്കിന് നല്ലത്. ഓക്കെ, വാട്സപ്പിൻ്റെ പോളിസി ഓക്കെ, ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഗ്രൂപ്പ്, ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻ എന്ന് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് ഗ്രൂപ്പ് ജോയിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്കാം. ഇവിടെ നമുക്ക് എന്ന് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് ഗ്രൂപ്പിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൽ ഷീറ്റിൽ ഇവിടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇതിലുള്ളത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ഫീച്ചർ എന്ന് വെച്ചാൽ ഈ ഫീച്ചർ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഫീച്ചർ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിലീറ്റ് ആക്കുന്ന ഫീച്ചറാണ്. അപ്പോൾ ഇത് ആരും നോക്കാൻ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒരുപാട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, എക്സിറ്റ് ആവാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫീച്ചർ നോക്കിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ തന്നെ ലെഫ്റ്റ് അടിച്ചിട്ട് പണിയാവണ്ട. പിന്നെ ഗ്രൂപ്പ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഇനി എത്ര റിപ്ലൈ കൊടുക്കാണ്ട്, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇതുണ്ട്, ആക്റ്റീവ് ആണോ അഡ്മിൻ ആണോ, അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാൻ പറ്റുന്ന ഒരു ചാർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടോ, എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, എങ്ങനെ മെസ്സേജ് അയക്കേണ്ട, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം സോഫ്റ്റ്വെയർ ഇതാക്കിയിട്ട്. പിന്നെ ലാസ്റ്റിലേക്കുള്ളതാണ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടൂളാണ്. അപ്പോൾ ഈ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്കാം. ഇവിടെ നിങ്ങൾക്ക് ബ്ലർ സെറ്റിങ്സ് ഉണ്ട്. അത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഒന്ന് ബ്ലർ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സ് നോക്കണ്ട. ഫസ്റ്റ് നമുക്ക് വാട്സപ്പിൽ ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വാട്സപ്പിൻ്റെ നമ്മളിപ്പം കൺട്രി കോഡ് ഇപ്പോൾ +91 ഇപ്പം എൻ്റെ നമ്പർ 9961. ഓക്കെ, നമ്പർ എൻ്റർ ചെയ്തു. ജസ്റ്റ് ഒരു ഹായ് നോക്കി, എന്നിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇത് QR കോഡ് ആണെങ്കിൽ QR കോഡും കിട്ടും, നമ്പർ വേണമെങ്കിൽ നമ്പർ കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ നമ്മൾ ലിങ്ക് ആക്കൂലേ, ആ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഓൾറെഡി എല്ലാ ഇതിലുള്ളതാണ്, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫീച്ചറാണത്. ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താണ് ഇതിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. കാരണം നമുക്കൊരു എന്താ വെച്ചാൽ വാട്സപ്പിനെ കൺട്രോൾ ചെയ്ത് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ബിസിനസ്സുകാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഫീച്ചേഴ്സ് ഉള്ളൊരു തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണം ചെയ്യുകയാണ് ഒരുപാട് ഹിന്ദി ആയിട്ടുള്ള ആൾക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുമല്ലോ, വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുമല്ലോ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷും കാര്യങ്ങളും മനസ്സിലായില്ല, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്, ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മളൊരു ബിസിനസ്, ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാനും നമുക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ നമ്മളെ സിഗ്നേച്ചർ ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ ഒരു ഫീച്ചറാണ് ഈ മെയിൻ ആയിട്ട് ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഈ ബ്രോഡ്കാസ്റ്റിൻ്റെ ഫീച്ചറാണ്. ഒരുപാട് ആൾക്കാരിന് ചോദിച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ക്വിക്ക് റിപ്ലൈ എന്ന് പറയുന്ന സാധനം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾ ചെയ്യുന്ന സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും,
ഓക്കെ, ഇതിപ്പോൾ എന്ന് ചെയ്യുകയാണെങ്കിൽ നാഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് കൂടി ആഡ് ചെയ്യണം. ഇവിടെ ആഡ് അക്കൗണ്ട് ക്ലിക്കാം, ഇവിടെ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്കാം. ഞാൻ ഇപ്പം ഇവിടെ സ്കീ എന്ന് പറഞ്ഞു കൊടുത്തു. സേവ് എന്ന് പറഞ്ഞ ഏഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഏഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാം, ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബിസിനസ് ഉണ്ട് ആ ബിസിനസ് ഒക്കെ ആഡ് ചെയ്യാം. ഒറ്റൊരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് എല്ലാ ബിസിനസ്സും മാനേജ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒറ്റൊരു സ്റ്റാഫിനെ ഇരുത്തിയാൽ മതി, ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയക്കാനും എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്ന് വെച്ചാൽ ഒറ്റൊരു ബിസിനസ്സിൽ മറ്റിങ്ങനെ പല പല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് പല പല കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ഇതൊരു ഒറ്റൊരു സോഫ്റ്റ്വെയറിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ ഞാൻ സെപ്പറേറ്റ് വാസണ്ടറിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്ത ആൾക്കാരുണ്ട്, അത് കണ്ടോളൂ. നിങ്ങൾക്ക് വേറെ സോഫ്റ്റ്വെയറും കൂടി ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇത് ഇവിടെ സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്ത് കാണിക്കുക, നമ്മൾ വേറെ സെപ്പറേറ്റ് വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ വേറൊരു ബിസിനസ്സിലുള്ള വാട്സപ്പ് അക്കൗണ്ട് ഉണ്ട്, അതും സ്കാൻ ചെയ്ത് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ക്വിക്കായിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാനും എന്ന് വെച്ചാൽ ലീഡ് ജനറേറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനും ഈ ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് പറ്റും. അതിൽ മെയിൻ ആയിട്ടുള്ള ഓട്ടോ ബോട്ടിംഗ് ലിസ്റ്റ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. പിന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളതാണ് വാട്സപ്പ് ബാനിങ് ഇഷ്യൂസ് വരുമെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാത്ത കസ്റ്റമറിന് ഒരിക്കലും നിങ്ങൾ മെസ്സേജ് അയക്കരുത്. നമുക്കറിയുന്ന കസ്റ്റമർ, നമ്മളെ ഓൺ കസ്റ്റമേഴ്സ്, നമുക്ക് ലീഡിലൂടെ വന്ന കസ്റ്റമേഴ്സൊക്കെ അവർക്ക് മെസ്സേജ് അയക്കാം. മറ്റേത് ചെയ്യുകയാണെങ്കിൽ എന്താ പ്രശ്നം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വാട്സപ്പിന് മനസ്സിലാവും ഇത് ലീഡ് വന്ന കസ്റ്റമർ ആണോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്നതാണോ എന്നൊക്കെ വാട്സപ്പിന് മനസ്സിലാവും. ഒരിക്കലും കസ്റ്റമറിനെ വെറുപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് അയക്കാതിരിക്കുക. പിന്നെ ഒരിക്കലും സ്കാമോ സ്പാം ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആവുന്നതാണ്. അപ്പോൾ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ സോഫ്റ്റ്വെയർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.